വേൾഡ് കപ്പിലെ ബ്രസീലിന്റെ ഫൈനൽ ഗ്രൂപ്പ് സ്റ്റേജ് മാച്ച് വേഴ്സസ് സ്കോട്ട്ലൻഡ്. 2 ക്വസ്റ്റ്യൻസ് ആണ് എല്ലാവരുടെയും മുന്നിൽ ഉണ്ടായിരുന്നത്. ഗ്രൂപ്പ് സിയിൽ ബ്രസീലിന് 1ാം സ്ഥാനത്തെത്താൻ കഴിയോ ആൻഡ് വിൽ നെയ്മർ ജൂനിയർ പ്ലേ? 2 ക്വസ്റ്റ്യന്റെയും ആൻസർ ഈസ് യെസ്. മൊറോക്കോ അവരുടെ ഫൈനൽ മാച്ചിൽ 4-2 ഹെയ്ത്തിയെ തോൽപ്പിച്ചെങ്കിലും സ്കോട്ട്ലൻഡിനെ 3-0 തോൽപ്പിച്ച് ഗോൾ ഡിഫറൻസിന്റെ ബലത്തിൽ ബ്രസീൽ തന്നെയാണ് ഗ്രൂപ്പ് സിയിൽ 1ാമത്. നെയ്മറിന്റെ കാര്യത്തിൽ ആഫ്റ്റർ ഓൾമോസ്റ്റ് 1000 ഡേയ്സ് 3 വർഷങ്ങൾക്ക് ശേഷം നാഷണൽ ടീമിന് വേണ്ടിയിട്ട് നെയ്മർ കളിച്ചിരിക്കുകയാണ്. ഹി ഗോട്ട് അറൌണ്ട് 20 minutes ആൻഡ് ആളുടെ പെർഫോമൻസ് നമ്മൾ അങ്ങനെ എടുത്തു പറയാനോ അല്ലെങ്കിൽ വിമർശിക്കാനോ ഉള്ളതൊന്നുമില്ല. ആള് വന്നു ഇറങ്ങി, ഓൾറെഡി 3 ഗോളിന്റെ ലീഡിൽ നിൽക്കുന്ന ബ്രസീലിന് ആളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ, അതും ഇഞ്ചുറിക്ക് ശേഷം ഡയറക്റ്റ് വന്ന് ഇറങ്ങുകയാണ്. സോ ആളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ആൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ട്വിറ്ററിലും ബാക്കി സ്ഥലത്തുമൊക്കെ നെയ്മർ ഇറങ്ങിയതിനു ശേഷം ബ്രസീലിന്റെ ആ ഒരു ഹോൾ ഫ്ലോ ഓഫ് ഫുട്ബോൾ ഒക്കെ പോയി എന്നൊക്കെ പറഞ്ഞ് ക്രിട്ടിസൈസ് ചെയ്യുന്നതും കംപ്ലൈന്റ് പറയുന്നതൊക്കെ കണ്ടു. ബട്ട് ആ സമയത്ത് ഓൾറെഡി ബ്രസീൽ 3-0 ലീഡിൽ നിൽക്കുകയാണ്. ആൻഡ് ഈ ഒരു ഹോൾ നെയ്മർ ടു വേൾഡ് കപ്പ്, അല്ലെങ്കിൽ ഫാൻസ് എല്ലാവരും നെയ്മർ വേൾഡ് കപ്പ് ടീമിൽ ബ്രസീലിനൊപ്പം വേണമെന്ന് പറഞ്ഞത് ഒരിക്കലും ഫുള്ളി ഫിറ്റ് അല്ലാത്ത നെയ്മർ ഇറങ്ങിയിട്ട് ബ്രസീലിനെ ഈ ഒരു വേൾഡ് കപ്പിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള ഒരു വിശ്വാസം അങ്ങനെയൊന്നുമല്ല. ഇത് മോർ ഓഫ് ഒരു ഇമോഷണൽ കണക്ഷൻ, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ സംഭവമാണ്. നമ്മളെ ഒരു ലെജൻഡിന് ആളുടെ ഒരു ഫൈനൽ വേൾഡ് കപ്പിൽ ഒരു ചാൻസ് കിട്ടുക, ആൻഡ് കിട്ടുന്ന സമയത്ത് ആളുടെ ആ ഒരു പ്രൈമും അല്ലെങ്കിൽ ആൾ എത്രത്തോളം കാര്യങ്ങൾ നമ്മളെ മുന്നിൽ ഒരു കാലത്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു ഗ്ലിംസ് കാണാൻ പറ്റിയ എല്ലാവരും ഹാപ്പി, അങ്ങനെ ഒരു സംഭവമാണ്. അല്ലെങ്കിൽ ഇപ്പം എന്തിനാണ് ഈ ജാവോ പെഡ്രോനെ പോലെയുള്ള പ്ലേയേഴ്സിനെയൊക്കെ ഒഴിവാക്കിയിട്ട് നെയ്മറിന് എടുക്കേണ്ട ആവശ്യം, എക്സ്പെഷ്യലി വെൻ ഹി ഈസ് നോട്ട് ഫുള്ളി ഫിറ്റ്. പിന്നെ നെയ്മറിനെ ഇറക്കിയതിനു ശേഷം നെയ്മർ അതാക്കി, ഇങ്ങനെ ആക്കിയില്ല എന്നൊന്നും പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. എന്തൊക്കെയാണെങ്കിലും ഈ കുറ്റം പറയുന്ന, കംപ്ലൈന്റ് പറയുന്ന, ടാക്ടിക്കോസ് ആയിട്ട് അഭിനയിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ ആളുകൾ നെയ്മർ പിച്ചിലേക്ക് ഇറങ്ങുന്നത് കണ്ടിട്ട് ഹാപ്പി ആയിട്ടുണ്ട്. അവരുടെ ഉള്ളിൽ ഒരു കംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് ഐ വിൽ ടേക്ക് ദാറ്റ് ഓവർ ഈ ടാക്ടിക്കോസിന്റെ കംപ്ലൈന്റ്. എക്സ്പെഷ്യലി ബ്രസീൽ 3-0 ജയിച്ച് ഗ്രൂപ്പിൽ ടോപ്പായി നിൽക്കുന്ന സമയത്ത് ഹൂ ഗീവ്സ് എ ഷൈറ്റ്? വിനീഷ്യസ് ജൂനിയർ. ഒരു കാലത്ത് നെയ്മർ ബ്രസീലിനെ ഹെൽപ്പ് ചെയ്ത പോലെ ഒന്നും ആളെ കൊണ്ട് കഴിയുന്നില്ലെങ്കിലും വിനീഷ്യസ് ഈസ് ബോളിംഗ്. സ്കോട്ട്ലൻഡിനെതിരെ ആള് 2 ഗോൾ അടിച്ചു, 3ാമതൊരു ഗോളും അടിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്തൊക്കെയോ കാരണം കൊണ്ട് വാർ ചെക്ക് ചെയ്തിട്ട് ആ ഗോൾ അവർ ഡിസലോ ചെയ്ത്, അവരുടെ ഡിഫൻഡർ ഒരു മിസ്റ്റേക്ക് ഒക്കെ ആയിരുന്നു, വിനീഷ്യസ് ഫൗൾ ചെയ്തു എന്നൊക്കെ പറയുന്നു. പക്ഷെ ഇതിൻ്റെ ഒരു ഇഷ്യൂ എന്താണെന്നറിയോ? ഒരു രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് അത് ഫൗളാന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. പക്ഷെ ഇതിനേക്കാളും വലിയ ഫൗൾസും കാര്യങ്ങളൊക്കെ ചെയ്ത സമയത്ത് പെനാൾട്ടി കൊടുക്കാതെ, അല്ലെങ്കിൽ ഗോൾ അടിച്ചതിന് ശേഷം വാർ ചെക്ക് ചെയ്തിട്ട് ഡിസലോ ചെയ്യേണ്ട ഗോൾസ് ഡിസലോ ചെയ്യാതെ, ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഐ മീൻ ഇതിന്റെ ഒരു ബാലൻസ് ഇല്ല കേട്ടോ ഈ ഒരു വേൾഡ് കപ്പിൽ വാർ യൂസ് ചെയ്യുന്ന കാര്യത്തിൽ. ഈ റഫറി മിസ്റ്റേക്സിന്റെ കാര്യം പറഞ്ഞിരിക്കാനാണെങ്കിൽ നമുക്ക് അതിനെ നേരെ ഉണ്ടാവുള്ളൂ. എന്തൊക്കെയാണെങ്കിലും വിനീഷ്യസ് സ്കോർ 2 goals. ആളുടെ ഓവറോൾ പെർഫോമൻസ് വാസ് റിയലി ഗുഡ്. ബ്രസീലിന്റെ 3rd goal ബൈ കുഞ്ഞ. ആൻഡ് ആ ഒരു ഗോളിന് മുന്നോടിയായിട്ട് ബ്രൂണോ ജി ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ഹി വാസ് വെരി അൺസെൽഫിഷ്. ഗ്രൂപ്പ് എയിൽ ദർ വാസ് എ സർപ്രൈസിങ്, അല്ലെങ്കിൽ ഒരു ഷോക്കിംഗ് റിസൾട്ട്. അതായത് സൗത്ത് ആഫ്രിക്ക സൗത്ത് കൊറിയനെ തോൽപ്പിച്ച് ഗ്രൂപ്പിൽ 2ാം സ്ഥാനക്കാരായിട്ട് അടുത്ത റൗണ്ടിൽ ക്വാളിഫൈ ചെയ്തു. ഐ നെവർ എക്സ്പെക്റ്റഡ് ദാറ്റ്. ആൻഡ് മെക്സിക്കോ, അവര് 3 മാച്ചും ജയിച്ചു. ഫൈനൽ ഗ്രൂപ്പ് സ്റ്റേജ് മാച്ചിൽ സെക്കിയനെ 3-0 ഇവർ തോൽപ്പിച്ചത്. ഗ്രൂപ്പ് ബിയിൽ ഖത്തർ ബോസ്നിയക്കെതിരെയും പരാജയപ്പെട്ടിട്ടുണ്ട്. ദാറ്റ് മീൻസ് ദേ ആർ ഔട്ട് ഓഫ് ദിസ് വേൾഡ് കപ്പ്. ആൻഡ് ഞാൻ എൻ്റെ പ്രഡിക്ഷനിൽ അപ്ലൈ പറഞ്ഞതാ, തേഴ്സിന് ഇവർ 1 മിനിറ്റ് പോലും കൊടുത്തില്ലെങ്കിൽ ഇവർ പുറത്താവും. മര്യാദക്ക് 1 മിനിറ്റെങ്കിലും കൊടുക്കേണ്ടീനോ? ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി നമുക്ക് ദി സെന്റർ ഓഫ് അട്രാക്ഷൻ പോർച്ചുഗൽ ആൻഡ് CR7 ഇവരെ കുറിച്ചിട്ട് 1-2 കാര്യങ്ങളൂടെ പറയാനുണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു, കാരണം ഒരാഴ്ചത്തോളം എല്ലാവരും കൂടെ അണ്ണനെയും കൂട്ടരെയും ഉപദ്രവിച്ചതാ. അപ്പോൾ അതിനുള്ളൊരു റെസ്പോൺസ് ആയിട്ട് CR7 2 ഗോൾ അടിക്കുന്നു. പോർച്ചുഗൽ ഒരു 5-star പെർഫോമൻസ്, 5-star പെർഫോമൻസ് അല്ല, 5 ഗോളൊക്കെ അടിച്ച് എല്ലാം നല്ല പോലെ അങ്ങനെ പോയി നിൽക്കുകയാണ്. ബട്ട് ഞാൻ ഇന്നലെ പറഞ്ഞ ആ ഒരു ഡെല്യൂഷൻ ആസ്പെക്ട് ഫ്രം ദ ഫാൻസ്,
അത് എന്താണെന്നറിയില്ല, അത്രക്ക് ഡെലൂഷണൽ ആവേണ്ട ഒരു സംഭവം പോർച്ചുഗലിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും CR7ന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഉണ്ടായിട്ടില്ല. എക്സ്പെഷ്യലി ഇനി നമ്മൾ കളിക്കാൻ പോകുന്നത് കൊളംബിയക്കെതിരെയാണ്. ആൻഡ് ആ ഒരു മാച്ചിനുള്ള ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ പോർച്ചുഗൽ ഈ ഒരു വേൾഡ് കപ്പിൽ എത്ര വരെ പോകും, എത്ര റൗണ്ട് വരെ പോകും എന്നുള്ളത് തീരുമാനിക്കുന്നത് ഈ ഒരു മാച്ചാന്ന് തന്നെ പറയാം. ആസ് ഓഫ് നൗ കൊളംബിയ ആണ് ഗ്രൂപ്പിൽ ഒന്നാമതായിട്ട് നിൽക്കുന്നത്. ഇനി പോർച്ചുഗൽ അവരെ ബീറ്റ് ചെയ്താൽ മാത്രമേ പോർച്ചുഗൽ ഒന്നാം സ്ഥാനത്ത് എത്താൻ കഴിയുള്ളൂ. പോർച്ചുഗൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടില്ലെങ്കിലുള്ള കുഴപ്പം എന്താ, അവര് റൗണ്ട് ഓഫ് 32 തൊട്ട് ഫേസ് ചെയ്യാൻ പോകുന്ന ഒപ്പണൻസിന്റെ ലെവല് നല്ല പോലെ മാറും. ഞാൻ കണ്ടത് വെച്ചിട്ട് ഇംഗ്ലണ്ട്, സ്പെയിന്, ഫ്രാൻസ് ഇറ്റങ്ങളെല്ലാവരെയും അടുത്ത 3 റൗണ്ടിലായിട്ട് ഫേസ് ചെയ്യേണ്ടി വരും. അത്രേ ഇവർ 2ാം സ്ഥാനത്തായിട്ടാണ് ഫിനിഷ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സംഭവം വേൾഡ് കപ്പ് ഒക്കെ ജയിക്കണമെങ്കിൽ നമ്മൾ കൂട്ടത്തിലെ ബെസ്റ്റ് ടീംസിനെയൊക്കെ തോൽപ്പിച്ചിട്ട് തന്നെ ജയിക്കണം. അങ്ങനെ പറ്റുള്ളൂ. എങ്കിൽ പോലും നമ്മൾ മര്യാദക്ക് കളിച്ച് ഗ്രൂപ്പിൽ 1ാം സ്ഥാനക്കാരായി കഴിഞ്ഞാൽ നമുക്കൊരു ബെറ്റർ പാത്ത് വേ കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യണം. ഗ്രൂപ്പിൽ 1ാം സ്ഥാനത്ത് എത്താതെ അങ്ങനെയുള്ള ഒരു ചാൻസ് നമ്മൾ കൊണ്ട് കളയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ കൊളംബിയക്കെതിരെ ഇറ്റ് ഈസ് വെരി ക്രൂഷ്യൽ. പോർച്ചുഗലിന് ഒരു നോക്കൗട്ട് മാച്ചിന് ഈക്വൽ ആയിട്ടുള്ള അത്രയും ഇമ്പോർട്ടൻസ് ഈ ഒരു മാച്ചിന് ഉണ്ട് എന്ന് മാത്രമല്ല, പോർച്ചുഗീസ് പ്ലേയേഴ്സ് ആൻഡ് റൊണാൾഡോ അവരെങ്ങനെ നോക്കി നിൽക്കുകയാണ് ആളുകൾ. കുറെ ആളുകൾ എന്താ പറയാ, ഈ റൊണാൾഡോ ഈസ് ബാക്ക് എന്നൊക്കെ പറഞ്ഞ് ഉള്ളിലുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ മറച്ചു വെച്ചിട്ട് കൈയടിക്കുന്നുണ്ട്. ബട്ട് ഐ നോ ഫോർ എ ഫാക്ട് ദേ ആർ വെയിറ്റിംഗ് ഫോർ ദിസ് മാച്ച് അഗെയിൻസ്റ്റ് കൊളംബിയ. ആൻഡ് റൊണാൾഡോയും പോർച്ചുഗലും അതിൽ ഫെയിൽ ആവാൻ, അല്ലെങ്കിൽ റൊണാൾഡോന്റെ ഭാഗത്തുനിന്ന് കോങ്കോക്കെതിരെയുള്ള ടൈപ്പ് ഓഫ് ഒരു രീതിയിലുള്ള റിസൾട്ട്, ഒരു പെർഫോമൻസ്, അല്ലെങ്കിൽ ആൾ ഐസൊലേറ്റ് ചെയ്യപ്പെടുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ദേ ആർ വെയിറ്റിംഗ്. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഉസ്ബെക്കിസ്ഥാനെതിരെയുള്ള പെർഫോമൻസിൽ ഞാൻ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ പോലും ഹൈപ്പ് കൊടുക്കാത്തത്. ഇറ്റ് ഡസൻ സേ എനിത്തിങ്. ഉസ്ബെക്കിസ്ഥാനെതിരെയുള്ള മാച്ച് പോർച്ചുഗലിനെ പറ്റിയിട്ടും റൊണാൾഡോനെ പറ്റിയിട്ടും സെഡ് നത്തിങ്. അവരുടെ മേലെയുള്ള ഡൗട്ട്സ് ആണെങ്കിലും ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അതിനുള്ള ആൻസേഴ്സ് ഒന്നും ഇവർ തന്നിട്ടില്ല. ബട്ട് അഗെയിൻസ്റ്റ് കൊളംബിയ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. അവർക്ക് അവിടെ പെർഫോം ചെയ്യാൻ കഴിഞ്ഞാൽ ഐ വിൽ അഗ്രി, ബാക്കിയുള്ള ആളുകളും അഗ്രി ചെയ്യേണ്ടി വരും. പോർച്ചുഗൽ ക്യാൻ ഡു സംതിങ്. ഇത്രയും കാലം ഹൈപ്പ് കൊടുത്തതിനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ടീം ഉണ്ട്. ആൻഡ് CR7 ആക്ച്വലി ഈസ് ബാക്ക്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്നുള്ളത്, ഇത് റൊണാൾഡോ ഫാൻസിനുള്ളതുമാണ്, റൊണാൾഡോനെ ഹെയ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന ആളുകൾക്കും കൂടെ ഉള്ളതാട്ടോ. ഹോണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ പോർച്ചുഗലിന്റെ പ്രോബ്ലം റൊണാൾഡോ മാത്രമല്ല. അതിനർത്ഥം പോർച്ചുഗലിനുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ CR7 ആണെന്നല്ല. അതുമല്ല, CR7 ഈസ് നോട്ട് ദ പ്രോബ്ലം ആൻഡ് അറ്റ് ദ സെയിം ടൈം CR7 ഈസ് നോട്ട് ദ സൊല്യൂഷൻ. ഇതിനിടയിലുള്ള ഒരു ബാലൻസ് പോർച്ചുഗൽ കണ്ടെത്തിയാൽ മാത്രമേ ഇനി അങ്ങോട്ടുള്ള മാച്ചസിൽ ഒരു പോസിറ്റീവ് സംഭവം പോർച്ചുഗലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുള്ളൂ. ഇത് ഞാൻ ഇപ്പൊ തന്നെ പറയാനുള്ള ഒരു കാരണം എന്താണെന്നറിയോ, CR7 കൊളംബിയക്കെതിരെ ഒരു ഹാട്രിക് അടിച്ച് ഒരു 10 സൂവൊക്കെ ഇടണമെന്ന് കാണാനുള്ള ഒരു ആഗ്രഹമൊക്കെ എനിക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു മാച്ചിൽ CR7ന്റെ ഭാഗത്തു നിന്ന് ഒരു മാസ്റ്റർ ക്ലാസും തേങ്ങാക്കലൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യണില്ല. അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ, ആളുടെ ഭാഗത്ത് നല്ല പെർഫോമൻസ് ഉണ്ടാവട്ടെ, അതന്നെയാണ് എൻ്റെ ആഗ്രഹം. ബട്ട് ഏതെങ്കിലും ഒരു കാരണത്താൽ ആൾ ഐസൊലേറ്റ് ചെയ്യപ്പെട്ടു, ആൾക്ക് ഗെയിമിൽ ഒരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ കഴിയുന്നില്ല, കളിയിൽ എന്താ പറയാ CR7ന്റെ ഒരു സംഭവം കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 70 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഒരു ഓപ്ഷൻ ബാക്കിയുള്ള പ്ലേയേഴ്സിനെ ചേഞ്ച് ചെയ്തിട്ട് കോച്ച് ബെറ്റർ സംഭവങ്ങൾ ചെയ്യാൻ നോക്കുന്നത് പോലെ തന്നെ CR7ന്റെ കേസിൽ ആൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റണം കോച്ചിനെ സംബന്ധിച്ച്. അപ്പോഴേ ഇതൊരു എന്താ പറയാ എല്ലാം ഈക്വൽ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ഒരു ടീമായിട്ട് മാറുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ എന്താ പറയാ ഈ പറഞ്ഞ ആളുകൾക്ക് കുറ്റം പറയാൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാനുള്ള ഒരാളായിട്ട് തന്നെ CR7 മാറും. പോർച്ചുഗൽ തോറ്റ ബാക്കിയുള്ള പ്ലേയേഴ്സിന് എന്തായാലും ബ്ലെയിം വരൂല, ഇയാളെ മേലക്കെന്നാവും ഇനിയും വരിക. അപ്പോൾ ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്തിട്ട് നല്ലപോലെ ഈ ടീം കളിക്കുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. അത്രക്കുള്ളൂ. നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ ഞാൻ ഈ പറഞ്ഞ വായ്ത്താളങ്ങൾക്കുള്ളത് തീർച്ചയായിട്ടും കമൻസിൽ പറയാം. ബൈ ബൈ.